നമുക്ക് എന്തൊരു സൺഡേ വ്ളോഗ് എടുത്താലാ? ഇന്ന് എന്തായാലും എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ആദ്യക്കൂട്ടിന് കുറുക്കുണ്ടാക്കി, കുറുക്ക് കൊടുത്ത് ഞങ്ങൾ ചായ കുടിച്ച്. പിന്നെ ഒരാള് ഇന്ന് സൺഡേ സ്പെഷ്യൽ ഉണ്ടാക്കാനായിട്ട് കിച്ചണിൽ കയറിയിട്ടുണ്ട്. നമുക്കത് എന്തായി നോക്കാം, വാ. എന്താണ് പരിപാടി? എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? സാധനം വെക്കാൻ പറ്റുള്ളത് ഇന്നത്തെ പരിപാടി ചിക്കൻ ദം ബിരിയാണി. കണ്ടാ, ചിക്കൻ്റെ നമ്മൾ എടുത്തിട്ടുണ്ട്, കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ ചിക്കൻ. കാരണം ഇവർക്കൊന്നും ചിക്കനിൽ ദമ്മിൽ ചിക്കൻ അടിക്കുന്നത് ഇഷ്ടമല്ല. ഇവർക്ക് മറ്റേ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയാണ് ഇഷ്ടം. അപ്പം അതിനു വേണ്ടി കുറച്ച് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യാം ഈ സാധനം. ആദ്യം അതൊക്കെ അല്ലല്ല, അതൊക്കെ യൂട്യൂബിൽ കണ്ടേക്കണം. അത് ആരെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആദ്യമായിട്ട് കുക്കർ ബിരിയാണി ഉണ്ട്. കുക്കർ ബിരിയാണി സിമ്പിളായിട്ട് കുക്കർ ബിരിയാണി ഉണ്ടാക്കാനാണ് അതിൽ പറയണത്. പിന്നെ നമ്മൾ ചെയ്ത് നോക്കട്ടെ, അങ്ങനെ റെഡി ആവുമെന്നറിയില്ല. കുറച്ച് ഒനിയൻ ഇങ്ങനെ വിതറ. ഇവിടെ ഒരു തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇതിലോട്ട് ഇടുക. കുരുമുളക് പൊടി ഇങ്ങനെ വിതറ. പൊടി ഉണ്ട്, മഞ്ഞപ്പൊടി ഇടുക കുറച്ച്. ഓക്കെ, ഗരം മസാല ഇടും. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി അരച്ച സാധനമുണ്ട്. ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് കുറച്ച് തൈര്, ചെറുനാരൻ കുറഞ്ഞല്ല, പകുതി ഒഴിച്ചാൽ മതി. ചിക്കൻ കുറവായതുകൊണ്ട് ഒരു പകുതി ചെറുനാരൻ ഒഴിക്കുക. പിന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കുക. ഒരു ദേശം കണക്കൊന്നുമില്ല, ശരിക്കും ചെയ്യണം. വീണിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് പിന്നെ എന്തായാലും ഇങ്ങനെ മാരിനേറ്റ് ചെയ്യാത്തത്. അത് നമുക്ക് റൈസ് വേവിക്കാം. റൈസ് ഇതിലാണ് വേവിക്കണത്. ഇതിൽ വേവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മ കുക്കറിൽ ദം അടിക്കണത്. ബിരിയാണി ഇഷ്ടം തൂക്കൊക്കെ ബിരിയാണിയാണ് ഇഷ്ടം. ബിരിയാണി ഞാൻ വേണം അവിടെ ബിരിയാണി ഉണ്ടാക്കാനെങ്കിൽ. ഞാൻ ഇവിടുത്തെ പെണ്ണുങ്ങളെ കൊണ്ടൊന്നും നടക്കൂല. നീ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുവരെ ബിരിയാണി? എന്നിട്ട് അതിലോട്ട് കുറച്ച് ഒനിയൻ ഇടുക, കരയാമ്പൂ, ഇതേ സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഇടുക. റെഡിയാക്കി ഇടുക. ബ്രൗൺ കളർ ആയിക്കോളും. അങ്ങനെ ഇതിലോട്ട് റൈസ് അങ്ങോട്ട് ഇടാം. ഉപ്പ് ഒഴിച്ചിട്ടില്ല മഞ്ചി. വെള്ളത്തിന്റെ അരിതേ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടാ. ഇത്രയും മതി. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മിതില് ഇത് പകുതി വേവായിട്ടുള്ളൂ. ഇനി നമ്മിത് കുക്കറിലിട്ട് ദം ചെയ്യാൻ പോയിട്ടുണ്ട്. കുക്കറിലിട്ട് ചിക്കൻ ഇതിലോട്ട് ഇടാട്ടാ. ഈ കുക്കറിലോട്ട് ഈ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ നെയ്യ് അങ്ങോട്ട് ഇതിലോട്ട് അങ്ങോട്ട് ഇടാം. ദമ്മേനുള്ള റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാട്ടാ. ഇതേ റൈസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഇതിലോട്ട് കുറച്ചും കൂടി നെയ്യ് ഇങ്ങനെ ഒഴിക്കുക. നിറഞ്ഞിരിക്കുകയാണ് ഓൾറെഡി. എന്താവുന്നാവോ? ഇത് കുക്കറിലിട്ടാ, കുക്കർ അടച്ച് ഒറ്റ വിസിൽ കേട്ടോ. ഒറ്റ വിസിൽ കയറ്റാ.
ഓഫ് ചെയ്യുക, റെസ്റ്റിന് വെക്കുക. റെസ്റ്റിന് വെക്കണതാണ് മെയിൻ. അങ്ങനെ സാധനം വെച്ചിട്ടുണ്ട്. ഇനി ഒറ്റ വിസിൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് അനക്കരുത്, ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ വെക്കണം എന്നാണ് ബൂം ബാങ്കിലെ ആള് പറഞ്ഞേക്കണത്. എന്താവും തമ്പുരാനറിയാം. യെസ്, ഞാൻ ആളുടെ റെസിപ്പി മാത്രം ചെയ്യാറുള്ളൂ. റെസ്റ്റ് കഴിഞ്ഞിട്ടാറല്ല, അങ്ങനെ 1/4 മണിക്കൂറത്തെ റെസ്റ്റിങ് കഴിഞ്ഞ് തുറന്നു നോക്കാട്ടെ എന്തായിന്ന്. ഇതാണ് അവസ്ഥ. മണമൊക്കെ ഇതിന്റെ ഉള്ളിലുള്ള ചിക്കനൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് നോക്കാട്ടാ. അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. ചിക്കൻ വെന്ത് പോയി, എല്ലാം കഷ്ണം മാത്രം കിടക്കുന്നു. അതിനുണ്ട് ഇന്ന് ഉച്ചക്കാലത്തെ ഫുഡ് നല്ലതായതുകൊണ്ട് എല്ലാവരും നല്ലോണം ഫുഡൊക്കെ അടിച്ച് കയറ്റി ഉച്ചക്ക് എല്ലാവരും നല്ല ഉച്ചമയക്കത്തിലായിരുന്നു. ഇപ്പം ദേ എഴുന്നേറ്റ് ചായ കുടിക്കുകയാണ്. ചായ കുടി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇനി വേറെ പരിപാടികളൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത ആഴ്ച വരാം.